കണ്ടോ, പുറമേ നല്ല പച്ച, പക്ഷേ ഉള്ളിലോ നല്ലതാ. ഈ കാണുന്ന റോസ് നിറം മാത്രമല്ല, ഒരു കഷ്ണം എടുത്തു കഴിച്ചാൽ നല്ല ഒന്നാന്തരം മധുരം. ഇതാണ് നമ്മുടെ തായ്വാൻ പിങ്ക് പേര. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ തൈ വാങ്ങിയത്. കൊടുന്നപ്പോൾ ഒരു ചെറിയ കവറിലായിരുന്നു. പിന്നീടാണ് ഈ ചട്ടിയിലേക്ക് മാറ്റിയത്. 6 മാസം ആവുമ്പോഴാണ് കായ്ക്കുക എന്ന് പറഞ്ഞു കേട്ടത്. പക്ഷെ 4 മാസം ആവുമ്പോഴേക്കും സൂപ്പർ പേരക്ക കിട്ടി. ഒന്ന് കഴിച്ചോക്കട്ടെ. ആദ്യമായിട്ട് കഴിക്കുകയാണ് ഞാൻ. സൂപ്പർ. ഒരു ആപ്പിൾ കഴിക്കുന്നത് പോലെയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല മധുരമുണ്ട്. ഉപ്പ പറഞ്ഞു ഒന്നും കൂടി പഴുക്കാനുണ്ട്. ഇനി അടുത്ത് പഴുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇനി അടുത്ത ദിവസം കൂടി ഒരു പേരക്ക പൊട്ടിക്കാണ്ട് അതിനെ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് നമ്മുടെ കുഞ്ഞൻ ചെറിയുടെ അടുത്തേക്ക് പോവാം. കുറച്ച് ചെറിയൊക്കെ പൊട്ടിക്കാണ്ട്. കുറച്ച് പേരാപ്പിളൊക്കെ പൊട്ടിച്ചു, പക്ഷേ വളരെ ചെറുതാണ്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ പഴുത്ത ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേനലിൽ ഇത് പൊട്ടിക്കാൻ പറ്റില്ല. നാരങ്ങക്ക് എന്ത് വിലയായിരുന്നു. ഇതൊക്കെ ഇനി മഴക്കാലത്താണ് നല്ല പാകമായിട്ട് കിട്ടുക. തായ്വാൻ പിങ്ക് അടുത്തത് പൊട്ടിക്കാനായി. നേരത്തെ പൊട്ടിച്ചതിനെക്കാട്ടി നല്ല വലുപ്പമുണ്ട്. എൻ്റെ ഉള്ളംകൈയിൽ ഫുള്ളായിട്ടുണ്ട് ഈ പേരക്ക. എന്ത് രസമാണ് കാണാൻ തന്നെ. എൻ്റെ ടെറസിൽ ചെടിച്ചട്ടിയിലാണ് ഇതുണ്ടാവുന്നത്. ക്യാഷ് മുതലായി. പേരക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വിറ്റാമിൻ സി വളരെ അധികം പേരക്കയിലുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധി ശക്തി നേടുകയും ചെയ്യും. പ്രമേഹമുള്ളവർക്കും കഴിക്കാട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടും പേരക്കയും ദഹനത്തിന് ഒരുപാട് നല്ലതാണ്. ഈ പേരക്ക നട്ടു വളർത്താൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ സാധാരണ ഫ്രൂട്ടിനൊക്കെ കൊടുക്കുന്ന കോഴിവളം കമ്പോസ്റ്റ് തന്നെ കൊടുക്കാറുള്ളൂ. നല്ല വെയിലും ഉണ്ടാവണം, നീർവാഴ്ചയുള്ള മണ്ണാവണം. തൈ വാങ്ങുമ്പോൾ തായ്വാൻ പിങ്ക് എന്നെ ചോദിച്ചു മേടിച്ചോളൂ. വളരെ പെട്ടെന്ന് കായ്ക്കുകയും പല സമയങ്ങളിലായിട്ട് പേരക്ക കിട്ടുകയും ചെയ്യും. നാടൻ പേരക്കയെ അപേക്ഷിച്ച് ഉള്ളിൽ കുരു വളരെ കുറവുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. ഇതൊരു ഭംഗിയും ഇല്ല കാണാൻ, മുള്ളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ല കിഴമ്പും ഉണ്ടാവുകയാണാവോ. ഡ്രാഗൺ ഫ്രൂട്ട് ഈ വർഷത്തെ 2ാമത്തെ വിളവെടുപ്പാണ്. ആദ്യത്തെ വിളവെടുപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻ്റൊക്കെ ചെയ്യ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. ബായ്.